പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 23 വ്യാഴം. പ്രധാന വാർത്തകൾ. അക്ഷരലോകത്തെ ആദ്യ ചുവട് എന്ന പ്രമേയത്തിൽ ഗുബ്ര മദ്രസത്തുൽ ഹുദയിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവ് ഫതഹെ മുബാറക് പ്രൗഢമായി. വിദ്യാർത്ഥി ഹനാൻ ഹനീഫിന്റെ ഖുർആൻ പാരായണത്തോടെ കൂടെ പരിപാടികൾക്ക് തുടക്കമായി. സദർ ഉസ്താദ് ഉസ്മാൻ സഖാഫി വയനാടിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാരംഭം ICF നാഷണൽ സാരഥി ഡോക്ടർ സാഹിർ ഉദ്ഘാടനം ചെയ്തു. സാദിഖ് അലി അദനി മുഖ്യപ്രഭാഷണം നടത്തി. ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നും മോഷണം നടത്തിയ സംഭവത്തിൽ വീട്ടുജോലിക്കാരനായ പ്രവാസി അറസ്റ്റിലായി. തെക്കൻ ബാത്തിനയിലെ സുവൈക്ക് വിലായത്തിൽ വീട്ടിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് പ്രതിയെ ദോഫാർ ഗവർണറേറ്റിൽ നിന്നാണ് പിടികൂടിയത്. ആഭരണങ്ങളും പണവുമായാണ് വീട്ടിൽ നിന്ന് മോഷണം പോയത്. പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണെന്നും നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് ബുറൈമി ഗവർണറേറ്റിൽ തകർന്ന റോഡുകളിലേക്ക് വീണ പാറകളും മണ്ണും നീക്കുന്ന പ്രവർത്തനങ്ങൾ നഗരസഭയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. വിവിധ വിലായത്തുകളിലെ റെസിഡൻഷ്യൽ ഏരിയകളും സൈറ്റുകളുമാണ് ശുചീകരണം നടത്തി വരുന്നത്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് മണലുകളും പാറകളും നീക്കുന്നത്. ഇവ റോഡുകളിലേക്ക് വന്നടിഞ്ഞതിനാൽ വാഹനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇതിനു പുറമെ തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് UAEയിൽ ഊഷ്മള വരവേൽപ്പ്. പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ നേതൃത്വത്തിലാണ് പ്രസിഡൻഷ്യൽ എയർപോർട്ടിൽ ഒമാൻ സംഘത്തെ സ്വീകരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാഹോദര്യ ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. തുടർന്ന് ഖസർ അൽ വതനിൽ സുൽത്താനും UAE പ്രസിഡന്റും കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ആഴത്തിൽ വേരൂന്നിയതും ചരിത്രപരവുമായ ബന്ധങ്ങൾക്കനുസൃതമായി പരസ്പര താൽപര്യങ്ങളും വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടിയുള്ളതും പൊതു താൽപര്യമുള്ളതും മേഖല നേരിടുന്ന വെല്ലുവിളികളുടെ വെളിച്ചത്തിൽ നിരവധി പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഒമാനും UAEയും തമ്മിലുള്ള സഹകരണം സംബന്ധിച്ച് ചർച്ചകൾ തുടരും. പുതിയ മേഖലകളിലേക്ക് ബന്ധം വ്യാപിക്കുകയും നിക്ഷേപ സാധ്യതകൾ തേടുകയും ചെയ്യും. നിലവിലുള്ള സഹകരണ കരാറുകൾ ഉൾപ്പെടെ വിലയിരുത്തും. അയൽ രാഷ്ട്രങ്ങളിലെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിന് വാതിലുകൾ തുറന്നിടുകയാണ് ഒമാനും UAEയും. പുതിയ ന്യൂനമർദത്തെ തുടർന്ന് ഇന്ന് മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ ഒമാന്റെ വടക്കൻ ഗവർണറേറ്റുകളിൽ മഴ ലഭിക്കും. മസ്കത്ത്, ബുറൈമി, ദാഖിലിയ, വടക്ക് തെക്ക് ബാത്തിന, വടക്ക് തെക്ക് ഷർഖിയ, മുസന്തം ഗവർണറേറ്റുകളെ ന്യൂനമർദം ബാധിക്കുമെന്നും ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ മുന്നറിയിപ്പിൽ പറയുന്നു. മണിക്കൂറിൽ 15 മുതൽ 35 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശും. അതേസമയം മഴ തീവ്രത കുറവായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ ഗവർണറേറ്റുകളിൽ മഴമേഘങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട്. ആലിപ്പഴം വർഷിക്കുകയും താപനില താഴുകയും ചെയ്യും. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ ദോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകളിൽ നേരിയ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനാചരണം മസ്കത്ത് ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. കോഴിക്കോട് സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ നിര്യാതനായി. വടകര ചേറോട് ഈസ്റ്റ് മാണിക്കോത്ത് താഴേക്കുനി സുധീഷ് 39 വയസ്സാണ് നിസ്വയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. നിസ്വയിലെ സ്വകാര്യ ആശുപത്രിയിൽ ബയോമെഡിക്കൽ കോൺട്രാക്ട് കമ്പനി സൂപ്പർവൈസർ ആയി ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഏറെക്കാലമായി ഒമാനിലുണ്ട്. സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സഞ്ചരിച്ച വിമാനം UAE വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചപ്പോൾ രാജ്യത്തിന്റെ അതിഥിയെ സ്വാഗതം ചെയ്യുന്ന UAE സൈനിക വിമാനങ്ങൾ അനുഗമിച്ചു. പ്രസിഡൻഷ്യൽ വിമാനത്താവളം വരെയാണ് അകമ്പടിയായി വിമാനങ്ങൾ പറന്നത്. ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം സയ്യിദ് അൽ ഖറൂസിയും ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും കൂടിക്കാഴ്ച നടത്തി. മേഖലയിൽ ഇന്ത്യയും ഒമാനും തമ്മിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും വഴികളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. പൈതൃക വിനോദസഞ്ചാര മേഖലയിൽ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ മികച്ച സഹകരണമാണ് നിലനിൽക്കുന്നത്. ഇന്ത്യക്കും ഒമാനും ഇടയിൽ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്.
ഇതോടുകൂടി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.